يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ഹിക്മത്തായിട്ട്, അഥവാ മനുഷ്യ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള യുക്തി അല്ലെങ്കിൽ ഉദ്ദേശം, അങ്ങനെ എല്ലാമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അറിയിച്ചു തന്നത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരുപാട് ആലോചിച്ച് ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിവിടെ ജനിച്ചതിന്റെ ലക്ഷ്യം എന്നുള്ളത്. ഈ ആയത്തിന്റെ ആശയങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ ദുനിയവിയായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള പരിഹാരമായിരിക്കും ഈ ആയത്ത്. ധാരാളം ഈ ആയത്തിൽ നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാവുമ്പോഴും എന്ത് കാര്യമുണ്ടാവുമ്പോഴും ഈ ആയത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അർക്കാനു തൗഹീദാണ്. തൗഹീദിന്റെ അർക്കാനുകൾ അഥവാ സ്തംഭങ്ങൾ. സ്തംഭം എന്ന് പറഞ്ഞാൽ തൂൺ, ഒരു സാധനത്തെ താങ്ങി നിർത്തുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ ഇബാദത്തും തൗഹീദും തമ്മിലുള്ള ബന്ധം മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ യഅ്ബുദൂൻ എന്നുള്ളടുത്ത് തഫ്സീറിൽ കൊടുത്തുള്ള അയ്യുവഹിദൂൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ, റഈസുൽ മുഫസ്സിരീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അല്ലാഹുവേ ഇവന് ഖുർആനിന്റെ തഫ്സീർ നീ പഠിപ്പിക്കണേ എന്ന് പ്രത്യേകം ദുആ ചെയ്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാം തഫ്സീർ കൊടുത്ത് അയ്യുവഹിദൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കാൻ വേണ്ടി. തൗഹീദ് എന്ന് പറഞ്ഞാൽ പരിശീലിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം പരിശീലിക്കേണ്ട കാര്യമാണ്, പഠിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പരിശീലിക്കേണ്ട കാര്യമാണ്. എന്നാലേ അതിന്റെ ആശയങ്ങളെയും അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ. ഒരു വട്ടം എന്തോ കിട്ടിക്കഴിഞ്ഞാല് അത് കിട്ടിയെന്ന് സമാധാനിച്ചിരിക്കേണ്ട ഒരു സാധനമേ അല്ല തൗഹീദ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ തൗഹീദിൽ ആഴത്തിലുള്ള പഠനങ്ങൾ നമുക്ക് ആവശ്യമാണ്. തൗഹീദിന്റെ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനങ്ങളും അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ പരിശീലനവും അതിന്റെയും അപ്പുറത്തേക്ക് അതിന്റെ സാക്ഷാത്കാരവും. അവിടെയാണ് ഇല്ലാ ലിയഅ്ബുദൂൻ എന്നുള്ളതിന്റെ പൂർണ്ണത ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർവാഹുകളുടെ ലോകത്ത് മനുഷ്യരുടെ നാം ഓരോരുത്തരുടെയും റൂഹുകളെ, എല്ലാവരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ റൂഹുകളെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. റൂഹുകൾക്ക് പ്രായമല്ല. ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടിക്കും അതിന്റെ ഏറ്റവും പ്രായം കൂടിയ ആൾക്കും റൂഹിന്റെ അടിസ്ഥാനത്തിൽ ഒരേ പ്രായമാണ്. റൂഹുകളുടെ അടിസ്ഥാനത്തിൽ ഒരേ പ്രായമാണ്. പ്രായം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരാൾ നേരത്തെ എത്തി, ഇയാൾ കുറച്ച് പിന്നാലെ എത്തി. റൂഹിനെ നൽകുന്ന ആ സമയം കുറച്ച് വ്യത്യസ്തമായി എന്നുള്ളൂ. റൂഹുകൾക്ക് ഒരേ പ്രായമാണ്. ആ എല്ലാ റൂഹുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഏതു മുതൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് അവസാനമായി മരണപ്പെടുന്ന ആ വ്യക്തി വരെ, അല്ലെങ്കിൽ ജനിക്കുന്ന ആ വ്യക്തിയുടെ റൂഹ് വരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൂഹുകളിൽ നിന്ന് ഒരു കരാർ, ഒരു ഷഹാദത്ത് ഏറ്റുവാങ്ങുന്നുണ്ട്, ഒരു സാക്ഷ്യപത്രം എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും. അല്ലാഹു തആല എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട്, നമ്മളൊരു പറയുന്ന രീതിക്ക് എല്ലാവരോടും കൂടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അലസ്തു ബിറബ്ബിക്കും, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ. അറബി ഭാഷാ പ്രകാരം ഈ അലസ്തു എന്നുള്ള ഉപയോഗിക്കുന്നതിന് ഒരുപാട് ആശയങ്ങളുണ്ടായിരുന്നു. അതിൽ പിന്നെ ഒരു ഉത്തരമേ അതെ തീർച്ച എന്നുള്ള മറുപടി വരുന്ന രീതിയിലാണ് ഞാൻ ചോദ്യം എന്ത് അലസ്തു ബിറബ്ബിക്കും എന്നുള്ള ചോദ്യം. ഒരു ഉറപ്പിക്കാനുള്ള ഒരു ചോദ്യം പോലെയാണത്, സംശയത്തിന്റെ മേലുള്ള ചോദ്യമല്ല. ഭയങ്കര ആഴത്തിലുള്ള അർത്ഥമുണ്ട് അതിന്. ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. റബ്ബ് അപ്പോ
എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ഖാലൂ ബല, അതെ തീർച്ച, അതിലൊരു സംശയമില്ല. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, അവരൊപ്പം പറയാന്ന് ഷഹീദിന, ഞങ്ങൾ അതിന് സാക്ഷികളാണ്, ഞങ്ങൾ അതിന് ഷഹാദത്ത് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തത്? അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഈ വിഷയത്തിൽ യൗമുൽ ഖിയാമയിൽ അശ്രദ്ധമാവാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അശ്രദ്ധരാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് നമ്മളും ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടായ ഒരു കരാറാണ്. ഇതിന്റെ അനന്തരമാണ് ഭൂമിയിലേക്ക് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂർത്തീകരിക്കുന്ന തൗഹീദിന്റെ ഓരോ ഘട്ടങ്ങളും തൗഹീദും, ആ കാര്യത്തിന്റെ പൂർത്തീകരണം. കാരണം നമ്മൾ ഈ ലോകത്തെ ഏതൊക്കെ ആളുകൾ അള്ളാഹനെ നിഷേധിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇവിടെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സമയമാണ് മരണം എന്ന് പറഞ്ഞാൽ. അതിനുശേഷം അവന് നിഷേധിക്കാൻ പറ്റൂല. കാരണം ഏതൊരുത്തന്റെ ഉള്ളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബാണെന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവും. ഏത് മതമാണെങ്കിലും ഏത് നിരീശ്വരവാദിയാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാകും അള്ളാഹു തആല റബ്ബാണ് എന്നുള്ള ബോധം. അത് അന്ന് ചെയ്ത കരാറിന്റെ ഫലമാണ്. ഇവിടെ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് ആ അന്ന് ചെയ്ത കരാറിന്റെ പൂർത്തീകരണമായിട്ട് ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഉലൂഹിയത്തിന്റെ കരാറാണ്. അതാണ് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഷഹാദത്ത് പറയുന്നതിലൂടെ ഇസ്ലാമിലേക്ക് കടക്കുന്നത്. നമുക്ക് അതാണ് തൗഹീദിന്റെ അടിസ്ഥാനം. തൗഹീദിന്റെ അടിസ്ഥാനം അതാണ്. ഇത് പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സൃഷ്ടിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നതും നോമ്പ് നോൽക്കുന്നതും എല്ലാം ആ തൗഹീദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കും. ഇസ്ലാമിലെ എന്ത് ഇബാദത്തും എന്ത് കർമ്മവും അങ്ങനെയാണ്. അതാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, നമ്മൾ കേട്ട് പ്രശസ്തമായ ഒരുപാട് കേട്ടുള്ള ഹദീസ്, കഴുതപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് പിന്നിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്, യാ മുആദ്, മുആദേ അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. എന്താണ് മുആദേ, നിനക്കറിയുമോ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടിമകളുടെ മേലെയുള്ള അവകാശവും അടിമക്ക് അല്ലാഹുവിന്റെ മേലുള്ള അവകാശവും എന്താണെന്ന് നിനക്കറിയോ? അടിമക്ക് അല്ലാഹുവിന്റെ മേലെ എന്ന് പറഞ്ഞാൽ ഔദാര്യമാണ്. നിനക്കറിയോ ചോദിച്ചു. അപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലു അലം, അല്ലാഹു റസൂലിന് മാത്രമേ അറിയൂ. വീണ്ടും ചോദിച്ചു. അതിന് മുമ്പേ യാ മുആദ് 3 തവണ വിളിക്കുന്നുണ്ട്. യാ മുആദ് എന്നുള്ളത് 3 തവണ വിളിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ഒരു കാര്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ കാര്യപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അയ്യഅ്ബുദു വലാ യുശ്രികൂ ബിഹി ശൈഅ. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടിമയുടെ മേലുള്ള ഹഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യലും ഒന്നിനെയും വലാ യുശ്രികൂ ബിഹി ശൈഅ എന്ന് പറഞ്ഞാൽ, ശൈഅ എന്ന് പറഞ്ഞാൽ ഒന്നും പെടൂല, ഒരു വസ്തുവിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക എല്ലാ രീതിയിലും. വഹഖുൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദ്ദബ മൻ ലാ യുശ്രിക ബിഹി ശൈഅ. ആ അടിമക്ക് അള്ളാഹുവിന്റെ മേലുള്ള അവകാശം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവൻ. ആ ബിഹി ഷെയ്അ എന്നുള്ള വാക്ക് വലിയ ഗൗരവാട്ടോ. ആ ഷെയ്അൻ എന്നുള്ളതിന് അറബി ഭാഷയിൽ ഒരുപാട് ഇതുണ്ട്. എന്താ പറയുക, പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളെയും, അതായത് നെക്കിറയായിട്ടുള്ള ഒരു കാര്യത്തെ പറയുന്ന പൂർണ്ണമായിട്ടും എല്ലാ കാര്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു രീതിയിലും ശിക്ഷിക്കില്ല എന്നുള്ളത്. അള്ളാഹുവിற்கு ശിക്ഷ ഉണ്ടാവില്ല, അവർക്ക് അദാബ് ഉണ്ടാവില്ല പരലോകത്ത്. അപ്പൊ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് വളരെ ഒരു ആകാംക്ഷ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അഫലാ ഉബശിർ നാസ്, ഞാൻ റസൂലുള്ളാഹ് ഞാൻ ജനങ്ങൾക്ക് ഈ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കട്ടെ, ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കട്ടെ എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശിറുഹും ഫയത്തകിലു, അവരെ അറിയിക്കണ്ട, അവരതിന്റെ മേലെ ഒരു ബരമേൽപ്പിച്ച് അതുമ പ്രതീക്ഷ അർപ്പിച്ച് അവരെന്ത് ചെയ്യും, അമാലുകൾ ചെയ്യാത്ത ഒരവസ്ഥയിലെത്തുമെന്ന് പറഞ്ഞു. അപ്പോ ഇത് അടിസ്ഥാനപരമായിട്ടൊരു ഹദീസാണ്. നമ്മൾ എന്തിനാണോ പരലോകത്ത് എന്തുകൊണ്ടാണ് രക്ഷപ്പെടേണ്ടത് ആ കാര്യം പഠിപ്പിക്കുന്നത്. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ.
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളിലുണ്ടോ അതിലെല്ലാം ഏകനാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞ തൗഹീദ് അസ്ലുൽ ഈമാൻ, ഈമാനിന്റെ അസ്ലാണ് തൗഹീദ്. അതില്ലാതെ ഈമാൻ ശരിയാവൂല. ആ കലാം ഹുവൽ കലാമുൽ ഫാരിഖ് ബൈന അഹ്ലിൻ നാർ വ അഹ്ലിൽ ജന്ന, ബൈന അഹ്ലിൻ നാർ വ അഹ്ലിൽ ജന്ന, നരകാവകാശികളെയും സ്വർഗാവകാശികളെയും വേർതിരിക്കുന്ന കലാമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഹുവ സമനുൽ ജന്ന, സ്വർഗത്തിന്റെ വിലയാണ് തൗഹീദ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോ ആ കാര്യത്തിന്റെ ഒരു മൂല്യം നമ്മൾ പരിഗണിക്കും, ആ കാര്യത്തിന്റെ ഒരു മൂല്യം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ മൂല്യം വെച്ച് തൗഹീദിലാണ്. തൗഹീദാണ് സ്വർഗത്തിന്റെ വില. അതില്ലാതെ ഒരാളുടെയും ഇസ്ലാം ശരിയാവില്ല. അതുകൊണ്ട് തൗഹീദിനെ പറ്റിയുള്ള പഠനവും ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടാവണം. ബാക്കിയെല്ലാം അതിന്റെ ഫർഈയായിട്ടുള്ള ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അസ്ലി തൗഹീദാണ്, അസ്ലി തൗഹീദാണ്. ഇവിടെ അർക്കാനു തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർക്കാൻ എന്ന് പറഞ്ഞാൽ, റുക്ന് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇസ്തിലാഹിയായിട്ട് ഒരുപാട് പദങ്ങൾ കേൾക്കും. അർക്കാനുകൾ, ഷുറൂത്തുകൾ, വാജിബാത്തുകൾ, ഫർളുകൾ, അങ്ങനെ പല രീതിയിൽ പലതും കേൾക്കും. അർക്കാനുകൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഒരു അമല്, ആ അമലാവണമെങ്കിൽ അതിനാവശ്യമായ സാധനമാണ്. വളരെ ചുരുക്കത്തിൽ ഒരു കാര്യം അതാവണമെങ്കിൽ അതിന് അർക്കാനുകൾ ഉണ്ടായിരിക്കണം. ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഉണ്ടാവേണ്ടതാണ് ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ. ഫർള് എന്ന് പറഞ്ഞാൽ അതിന് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യം, അതെങ്ങാനും മുടങ്ങിയാൽ അതിന് പകരം ഒരു കാര്യം ചെയ്യേണ്ടി വരും. വാജിബ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്, അത് മുടങ്ങിയാൽ കുഴപ്പമില്ലാതെ പല രീതിയിലുണ്ട്. ഫർള് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല നിർബന്ധമാക്കിയത്, വാജിബ് സുന്നത്തിൽ വന്നത്, അങ്ങനെ പല ഫിഖിയായ കാര്യങ്ങൾ. പക്ഷെ ഇവിടെ വിഷയം അർക്കാൻ. ഉദാഹരണത്തിന് നമസ്കാരത്തിന്റെ റുക്നുകളിൽ പെടുന്നതാണ് റുക്കൂ, സുജൂദ് പോലുള്ള കാര്യങ്ങൾ. അതില്ലാതെ എന്തുണ്ടാവൂല, നമ്മള് നമസ്കാരം എന്ന് അതിനെ പറയില്ല. ഒരാൾ എന്നിട്ട് ചെയ്യാണ്, ഒരാൾ കുറെ കാര്യങ്ങൾ ചെയ്യൽ, റുക്കൂവും സുജൂദൊന്നുമില്ല, എന്നിട്ട് അയാൾ പറയാം ഞാൻ നമസ്കരിച്ചു, എന്ത് പറയില്ല, നമ്മള് നമസ്കാരം പറയില്ല. ഇന്നൊരാൾ വുളു എടുത്തില്ല, എന്നിട്ട് ഒരാൾ നിസ്കരിച്ചു, എന്തായി? നിസ്കാരമായി, പക്ഷെ ആ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. കാരണം എന്താ? ഷർത്തായ വുളു ഇല്ല. അതാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് തൗഹീദിന്റെ അർക്കാനുകളാണ്, തൗഹീദിന്റെ റുക്നുകൾ. അഥവാ തൗഹീദ് നിലനിൽക്കണമെങ്കിൽ, തൗഹീദ് ആവണമെങ്കിൽ അതിനടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയ, പ്രശസ്തമായ ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒരുപാട് ബൈത്തുകളുള്ള, എന്റെ എണ്ണ ഒരുപാട് ബൈത്തുകളുള്ള ഒരു കവിതയാണ്, കവിത പോലെ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വസ്സിദ്ഖു വൽ ഇഖ്ലാസു റുക്നാ ദാലിക തൗഹീദ് കറുക്നൈനി ലിൽ ബുന്യാൻ. സിദ്ഖ് വൽ ഇഖ്ലാസ്, അസ്സിദ്ഖ് വൽ ഇഖ്ലാസ് റുക്നാ ദാലിക തൗഹീദ്, തൗഹീദിന്റെ രണ്ട് റുക്നുകളാണ്. കറുക്നൈനി ലിൽ ബുന്യാൻ, ഒരു കെട്ടിടത്തിനുണ്ടാകുന്ന രണ്ട് തൂണുകളെ പോലെ തൗഹീദിന്റെ രണ്ട് തൂണുകളാണ് സിദ്ഖ് വൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് എളുപ്പമാണ്, നമുക്ക് തൗഹീദുള്ളവരാണ്, എല്ലാം തിരിഞ്ഞവരാണ്, അങ്ങനെ പറഞ്ഞു നടക്കാൻ എളുപ്പമാണ്. പക്ഷെ അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച ഒറ്റ വാക്കാലോചിച്ചാൽ മതി, തൗഹീദ് സമനുൽ ജന്ന, സ്വർഗത്തിന്റെ വിലയാണ് തൗഹീദ് എന്ന് പറയുമ്പോൾ എത്ര പ്രാധാന്യം ഉണ്ടായിരിക്കും അതിന്, എത്ര പ്രാധാന്യം ഉണ്ടായിരിക്കും അതിന്. കേവലം ഏതെങ്കിലും ഒരു വാക്കുകൊണ്ടോ ഒതുങ്ങി നിൽക്കേണ്ടതാണോ? അല്ല, നമുക്ക് ബോധ്യപ്പെടേണ്ട വലിയൊരു യാഥാർത്ഥ്യമായി അതിനെ പഠിക്കണം. അപ്പയോ അർക്കാനു തൗഹീദ്, തൗഹീദിന്റെ റുക്നുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് അസ്സിദ്ഖാണ്, രണ്ട് അൽ ഇഖ്ലാസ് ആണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത എന്ന് മലയാളത്തിൽ അർത്ഥം വെക്കും. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്ന് അർത്ഥം വെക്കും. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ആശയങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒരേ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. വൽ ഇഖ്ലാസ് തൗഹീദുൽ മുറാദ്, ലക്ഷ്യത്തിലുള്ള തൗഹീദാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, ഒരുത്തന്റെ ലക്ഷ്യത്തിലുള്ള തൗഹീദ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദ, ഒരുത്തന്റെ ഉദ്ദേശത്തിലുള്ള തൗഹീദ്. ഉദാഹരണം വിശദീകരിക്കാം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അവന്റെ ലക്ഷ്യത്തിലുള്ള തൗഹീദ്, അതായത് അവൻ ചെയ്യുന്ന ഒരു കാര്യം അതിന്റെ ലക്ഷ്യം പൂർണ്ണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാവൽ, ശിർക്കോ റിയാഓ സുംഅത്തോ ദിക്റോ ഒന്നുമില്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് മാത്രം ചെയ്യുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, ലക്ഷ്യത്തിലുള്ള ഏകത്വപ്പെടുത്തുന്നതിന് തൗഹീദ്. ഇനി സിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദ, ഉദ്ദേശത്തിലുള്ള ഏകത്വം. അതായത് അവനൊരു പ്രവൃത്തി ചെയ്യുകയാണ്,
എന്നാൽ ആ പ്രവൃത്തി ചെയ്യുന്നത് പൂർണ്ണ എന്താ പറഞ്ഞ ഇഖ്ലാസ് അള്ളാഹുവിനുള്ള ലക്ഷ്യത്തില് സിദ്ഖ് എന്ന് പറഞ്ഞ അവനാ പ്രവൃത്തി ചെയ്യുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും ചെയ്യുണ്ടാവുക, അള്ളാഹിന്റെ കൂലി പ്രതീക്ഷിച്ച് മാത്രമായിരിക്കും ചെയ്യുണ്ടാവുക. പക്ഷേ അവന്റെ ശ്രദ്ധയും അവന്റെ ആ പ്രവർത്തനത്തിനുള്ള അവന്റെ താല്പര്യവും അവന്റെ ചിന്തകളുമെല്ലാം പൂർണ്ണമായിട്ട് ഒന്നായിരിക്കും. നമ്മൾ പലപ്പോഴും നമ്മൾ നിസ്കരിക്കുന്ന അള്ളാഹിനോടാണ്, പ്രാർത്ഥിക്കുന്ന അള്ളാഹിനോടാണ്, ബാക്കി എല്ലാ കാര്യവും അള്ളാഹിനോടാണ്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കുക, മറ്റു കാര്യം ചിന്തിക്കുക, അല്ലെങ്കിൽ വേറെ പല ചിന്തകൾ, അങ്ങനെ അതിലൊന്നുമില്ലാതെ ആ ഉദ്ദേശത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാക്കൽ. രണ്ടും ഏകദേശം അർത്ഥം ഒന്നാണെങ്കിൽ ഒരുമിച്ച് പറയുമ്പോൾ അർത്ഥം നമുക്ക് വ്യത്യസ്തമാക്കി പറയുന്നതാണ്. ചുരുക്കത്തിൽ ഇഖ്ലാസ് തൗഹീദുൽ മുറാദ്, സിദ്ഖ് തൗഹീദുൽ ഇറാദ. ഒരുത്തന്റെ ഉദ്ദേശം അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഉണ്ടാവുന്നത് നമുക്ക് അനുഭവിച്ചറിയാവുന്ന ഒരു കാര്യമാണ്. വിശദീകരിക്കുമ്പോൾ രണ്ടും ഒന്നാ നമുക്ക് തോന്നുമെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അസ്ലിയായിട്ട് ശരിയാവുക എന്നുള്ളത് അടിസ്ഥാനമാണ്, സിദ്ഖും ഇഖ്ലാസും. എന്നാലേ നമ്മൾ പഠിക്കുന്ന, നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന നാളെ സ്വർഗത്തിന്റെ വിലയായ തൗഹീദ് ശരിയാവുകയുള്ളൂ. ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓരോന്നും വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത് അസ്ദിഖ് എന്നുള്ളതാണ്. സിദ്ഖ്, സത്യസന്ധത എന്നുള്ളത്. നമ്മളെല്ലാവരും ഒരിക്കലും നമ്മൾ തൗഹീദ് ലഭിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലൂടെ ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന്റെ അവസാനമല്ല, അത് ജീവിത ലക്ഷ്യത്തിന്റെ തുടക്കമാണ് തൗഹീദ് ലഭിക്കുക എന്നുള്ളത്. തൗഹീദ് ലഭിക്കുക എന്നുള്ളത് തുടക്കമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിൽ പറയുന്നു, അഹസിബന്നാസ് അയ്യുത്റകു അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിച്ചു പോയോ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ആളുകൾ വിചാരിച്ചു പോയോ, അയ്യഖൂലു ആമന്ന, ഞങ്ങൾ മുഅ്മിനീങ്ങളായി, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ വെറുതെ വിടുമെന്ന് അവർ വിചാരിച്ചു പോയോ? വെറുതെ അല്ലാഹ് കഴിഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങളൊക്കെ ശരിയായി പറഞ്ഞിട്ട് നിങ്ങളെ വിട്ടുകളയുന്ന അവർ വിചാരിച്ചു പോയോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരുപാട് മുഅ്മിനീങ്ങളെ, വിശ്വാസമുണ്ടായിരുന്നവരെ പരീക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണം നടത്തിയിട്ട് എന്തിനു വേണ്ടിയിട്ട്? അല്ലാഹു തആലയ്ക്ക് നോക്കിക്കാണാൻ. അല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. ആർക്കാണ് അതിൽ സിദ്ഖുള്ളത് എന്നും ആരാണത് കദിബുള്ളവരെന്നും അല്ലാഹു തആലയ്ക്ക് വേർതിരിച്ചറിയാൻ. എല്ലാ പരീക്ഷണവും നമ്മൾ വഴിയിലൂടെ നടക്കുന്ന സമയത്ത്, നമ്മൾ പോകുന്ന ഒരു വഴിയിൽ അതിനു മുമ്പിൽ വീണ് കിടക്കുന്ന, തടസ്സമായി കിടക്കുന്ന ഒരു മരക്കഷ്ണമോ ഒരു കല്ലോ എന്തെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ ഒരു മുഅ്മിൻ മനസ്സിലാക്കണം, എന്റെ ഈമാനിന്റെ അളവ് എത്രയുണ്ട് എന്ന് പരീക്ഷിക്കാനുള്ള ഒരു കാര്യമാണത് എന്നുള്ളത്. കാരണം എന്താ? ഈമാനിന്റെ ഏറ്റവും ചെറിയ കാര്യം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? വഴിയിലുള്ള തടസ്സം മാറ്റലാണ്. വഴിയിലുള്ള തടസ്സം മാറ്റലാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിന്റെ ഇൽമിനെയും അള്ളാഹുവിന്റെ അഫ്ആലുകളെയും ബോധ്യപ്പെടുമ്പോ നമുക്ക് മനസ്സിലാവും, അല്ലാഹു തആലയുടെ അറിവോടുകൂടിയല്ലാതെ ഒരു ഇല പോലും വീഴുന്നില്ല. അത് ഭൂമിയിൽ ഏത് സ്ഥലത്ത് എവിടെ വീഴണമെന്ന് അല്ലാഹു തആല കൃത്യമായിട്ട് തീരുമാനിക്കുന്നതാണ്. നമ്മൾ പോകുന്ന വഴിയിൽ കിടക്കുന്ന ഒരു മരക്കഷ്ണം അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്ന ഒരു കല്ല്, അത് വെറുതെ കാറ്റത്ത് വന്ന് വീണതോ അല്ലെങ്കിൽ ഒലിച്ചു വന്ന് വീണതോ അല്ല, വല്ലാഹി അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയണം നമ്മൾ എന്ത് ചെയ്യുന്നു. എല്ലാ കാര്യവും അങ്ങനെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനങ്ങൾക്ക്, മറ്റൊരു റിവായത്തിൽ മുസ്ലിമീങ്ങൾക്ക് തടസ്സമായിരുന്ന ഒരു കൊമ്പ് മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ അല്ലെങ്കിൽ തടസ്സം മാറ്റിയതിന്റെ പേരിൽ അല്ലാഹു തആല അവന്റെ പാപങ്ങൾ പുറത്തുകൊടുത്ത് സ്വർഗാവകാശിയാക്കിയത്. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അല്ലാഹു തആലക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് സിദ്ഖാണോ കദിബാണോ. എന്തിൽ? പറഞ്ഞ ആ ഷഹാദത്തിൽ, ആ ഈമാനിൽ സിദ്ഖുണ്ടോ കദിബുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ നമ്മളൊരു കൂട്ടമായി ഇരിക്കുമ്പോ നമുക്ക് കേൾക്കുന്ന ഒരു ക്ലാസ്സിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാ. എന്നാൽ മാത്രമേ ബോധ്യപ്പെടൂ. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്ന് പറഞ്ഞത്, എല്ലാ പരീക്ഷണത്തിന്റെ അടിസ്ഥാനം സിദ്ഖിനെയും കദിബിനെയും വേർതിരിക്കാനാണ്. സിദ്ഖിനെയും കദിബിനെയും വേർതിരിക്കാനാണ് എല്ലാ പരീക്ഷണങ്ങളും ഉണ്ടാവുന്നത്. ദുനിയാവിൽ 2 തരത്തിലാണ് പരീക്ഷണങ്ങൾ ഉണ്ടാവുക. 2 തരത്തിൽ.
ഒന്ന് ശുബ്ഹത്ത് കൊണ്ട്, രണ്ട് ശഹവത്ത് കൊണ്ട്. മുമ്പ് പറഞ്ഞതാണ്, ഒന്നുകൂടി പറയാം. ശുബ്ഹത്ത് കൊണ്ട് പരീക്ഷിക്കുന്നത് എന്തിനാണ്? ഒരുത്തന്റെ അറിവിൽ, ഒരുത്തന്റെ ഈമാനിൽ, ഒരുത്തന്റെ വിശ്വാസത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കി ആ വിശ്വാസത്തെ തെറ്റിക്കാൻ നോക്കുന്ന ശുബ്ഹത്തുകൾ. രണ്ടാമത്തേത് ശഹവത്തുകൾ കൊണ്ട്, ഇച്ഛകളെ കൊണ്ട്, അവന്റെ അമാലുകളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ വേറെ പലതും താല്പര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവന്റെ അമാലുകളിൽ ഉണ്ടാക്കുന്ന ശഹവത്തുകൾ. ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ട്, ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കുന്നത് എന്തിനാ? നമ്മൾ സിദ്ഖുണ്ടോ അതോ കദിബുണ്ടോ എന്നറിയാൻ, ഏതാണെന്നറിയാൻ. അഥവാ മുഅ്മിനീങ്ങളെയും മുനാഫിക്കുകളെയും വേർതിരിക്കാൻ. എല്ലാ പരീക്ഷണങ്ങളെയും അസ്ല് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സിദ്ഖിനെയും കദിബിനെയും വേർതിരിക്കാനാണ്. നമ്മൾക്ക് വരുന്ന ജലദോഷം, പനി എന്നുള്ള അസുഖങ്ങൾ മുതൽ, സാമ്പത്തിക നഷ്ടങ്ങൾ മുതൽ, നമ്മുടെ മക്കൾ നന്നാവുന്നതും കേടുവരുന്നതും മുതൽ, നമ്മുടെ ഭാര്യ നന്നാവുന്നതും കേടുവരുന്നതും മുതൽ, എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ അടിസ്ഥാനം ഉദാഹരണം പറയും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് അതിലൊരു ഈച്ച വന്ന് വീഴുന്നത് വരെ നമ്മുടെ വിശ്വാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരിക്കും. സ്വഹാബാക്കളുടെ ചരിത്രങ്ങളിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകളിൽ പലപ്പോഴും ദീന് പഠിക്കുമ്പോ ഉലമാക്കൾ പറയും, ഖുർആനും ഹദീസും കഴിഞ്ഞ് ഞങ്ങൾ സീറകൾ പഠിക്കണമെന്ന്, റസൂലുള്ളാഹിന്റെ സീറ വായിക്കണമെന്ന്. കാരണം ആ ഖുർആനെയും ഹദീസിനെയും എങ്ങനെ റസൂലുള്ള പഠിപ്പിച്ചു എന്നറിയണമെങ്കിൽ സീറയിലേ പഠിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ റസൂലുള്ള അതിനെ ഉപയോഗിച്ചു എന്നറിയണമെങ്കിൽ റസൂലുള്ളാഹിന്റെ ജീവിത ചരിത്രങ്ങളിലൂടെ നമുക്ക് നോക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആയത്തും ഹദീസും റസൂലുള്ള ഉപയോഗിച്ചത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. നിങ്ങൾ സിദ്ഖുള്ളവരുടെ കൂടെയാവണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം, സിദ്ഖുണ്ടായിരിക്കണം നിങ്ങൾക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന സിദ്ഖാണ്. എത്രത്തോളം അതുണ്ടോ അത്രത്തോളം നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന നാളെ പരലോകത്തിന്റെ വിഷയത്തിൽ അല്ലാഹു തആല പറയുന്ന വാക്ക്, ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. ഇന്നേ ദിവസം എന്ന് പറഞ്ഞാൽ സിദ്ഖുണ്ടായിരുന്നവർക്ക് അവരുടെ സിദ്ഖ് ഉപകാരപ്പെടുന്ന, സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസമാണെന്ന്. ലഹും ജന്നാതു തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. അവർക്കാണ് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമുള്ളത്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അവരെ അല്ലാഹു തആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ദാലികൽ ഫൗസുൽ അളീം. അത് മഹത്തായ ഉന്നതമായ ഒരു വിജയമാണ് അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലാണെങ്കിലും നമ്മളെ സഹായിക്കാൻ, നമുക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കാൻ നമുക്ക് കാരണമാകുന്നത് സിദ്ഖായിരിക്കും. മൂന്നാളുകളുടെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നമുക്കറിയാം. ഗുഹയിൽ അകപ്പെട്ടു പോയ മൂന്നാളുകൾ. ആ മൂന്നാളുകളുടെ ഹദീസുകളിൽ ഒരുപാട് റിവായത്തുകളിലുണ്ട്. ആ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ആ മൂന്ന് പേരും ആ ഗുഹത്ത് അകപ്പെടുമ്പോ അവര് പറയുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഉമ്മാക്ക് ചെയ്തു കൊടുത്ത ആ കാര്യം. ഉമ്മാക്ക് ചെയ്തു കൊടുക്കുന്ന ആ പ്രവൃത്തി എന്ന് പറയുമ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിച്ചാൽ എന്തോ പാവം എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. സ്വന്തം ഭാര്യയും കുട്ടികളും കരയുമ്പോ ഉമ്മാക്ക് കൊടുത്തിട്ടേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യഭിചാരത്തിന് വേണ്ടി എല്ലാ രീതിയിലും തയ്യാറായി നിൽക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഓടിപ്പോകുന്ന ആ അവസ്ഥ. അതുപോലെ തന്നെ ജോലിക്കാരന് കൂലി കൊടുക്കുമ്പോ ആ കൂലി കൊണ്ട് വാങ്ങിയ ആ എല്ലാവിധ ആടുകളെയും അല്ലെങ്കിൽ ആ എന്താണോ അതിനെ മൊത്തം നൽകാൻ തയ്യാറായത്. ഇതൊക്കെ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം കഴിയുന്ന കാര്യങ്ങളാ. അതിന് സത്യസന്ധത കാണിക്കാൻ മാത്രം കഴിയുന്ന കാര്യങ്ങളാ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹു വല്ലാഹി യാ ആഹുലാഹി ലാ യുൻജീകും ഇല്ല സിദ്ഖ്. അല്ലാഹുവാണ് ആ മൂന്ന് കൂട്ടർ, അവരവിടുന്ന് രക്ഷപ്പെട്ടത് സിദ്ഖ് കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല. അവര് പറഞ്ഞ കാര്യമാണ് ഇവിടുന്ന് നമ്മൾ രക്ഷപ്പെടാൻ പറ്റിയ സിദ്ഖ് കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ഫൽയദു കുല്ലു റജുലിൻ മിൻകും ബിമാ യഅലം അന്നഹു ഖദ് സദഖ ഫീ. അവര് സംസാരിച്ച സംസാരമാണ് പറയുന്നത്. ഇതുകൊണ്ട് സിദ്ഖ് കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. എല്ലാവരും നമ്മൾ സിദ്ഖോട് കൂടി ചെയ്ത അമലുകൾ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിനോട് തവസ്സുല് ചെയ്യാൻ. നമ്മുടെ പ്രവർത്തനം കൊണ്ട് അള്ളാഹു തആലയിലേക്ക് അടുക്കണമെങ്കിൽ, അള്ളാഹു തആലയിൽ നിന്ന് നേട്ടം അള്ളാഹു തആല സ്വീകരിക്കണമെങ്കിൽ അതിന് സിദ്ഖ് ഉണ്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം. കദിബോട് കൂടിയുള്ളത് ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? പലപ്പോഴും ബാഹ്യമായ ശിർക്ക് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും.
ബാഹ്യമായ ശിർക്ക് നമ്മൾ ജാർത്ത് പോലുള്ള മറ്റേ ചില ശിർക്കുൽ ഖഫീ ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല നമുക്കുണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്നാൽ എന്ത് മനസ്സിലാവൂല, സിദ്ഖുണ്ടോ ഇല്ലേ എന്നുള്ളത് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടൂല. അതുകൊണ്ടാണ് സഹാബാക്കൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് എനിക്ക് നിഫാഖുണ്ടോ എന്നുള്ളത്. ആര് വരെ? ഉമർ റളിയല്ലാഹു അൻഹു മുതൽ ആയിഷ റളിയല്ലാഹു അൻഹ വരെ ഭയപ്പെട്ടത് എനിക്ക് നിഫാഖുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുന്നുണ്ടോന്ന് ആലോചിക്കണം. എനിക്കത് വന്നിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം. വളരെ പ്രധാനമുള്ളതാണ്. മറ്റൊരു നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു ഹദീസ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അറാബി വന്നു. അന്ന റജുലൻ മിനൽ അറാബി ജഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫആമന ബിഹി വത്തബഅഹു ثم قال ഉഹാജിറു മഅക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലെ ഞങ്ങളെ വിശ്വസിച്ചിരിക്കണം, ഞങ്ങളെ പിൻപറ്റണം, ഞങ്ങളൊപ്പം ഹിജറ ചെയ്യാണ്, നിങ്ങളിലേക്ക് ഹിജറ ചെയ്ത് വന്നിക്കാണ്. അങ്ങനെ ആ വ്യക്തി അങ്ങനെ വന്നു. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്തുകൾ കിട്ടിയിട്ടുണ്ട്. ആ ഗനീമത്ത് സ്വത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഭാഗമായി തിരിച്ചിട്ട് ഒരു ഭാഗം, അതിൽ ചില ഹദീസുകൾ അതൊരു ഒട്ടകത്തിന്റെ ചെറിയ ഒട്ടകമാണ് എന്നുള്ള നിലക്ക്, എന്തായാലും ഒരു ഗനീമത്ത് സ്വത്തിന്റെ ഒരു ഭാഗം ഈ വ്യക്തിക്ക്, ഈ അറാബി വിശ്വസിച്ച് വന്ന ആ അറാബിക്ക് നൽകണമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. സഹാബാക്കൾ ആ അറാബിയുടെ അടുത്ത് പോയി, എന്നിട്ട് ഇത് നൽകി. ആ അറാബി ചോദിച്ചു, മാഹാദ, ഇതെന്താ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഖിസ്മുൻ ഖസമഹു ലക നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദഹു ഫജഅ ബിഹി ഇല നബി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഭാഗം തന്നതാണ്, ഗനീമത്ത്. അങ്ങനെ അയാൾ അത് വാങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ഇത് കാണിച്ചു ചോദിച്ചു, മാഹാദ, ഇതെന്താണ് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസംതുഹു ലക്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് തന്ന ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോ ആ വ്യക്തി പറഞ്ഞു, ഖാല മാ അല ഹാദാ ഇത്തബഅതുക, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല നിങ്ങളെ പിൻപറ്റിയത്. വലാകിന്നി ഇത്തബഅതുക അലാ അൻ ഉർമാ ഇലാ ഹാഹുനാ. അയാളുടെ കഴുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ പിൻപറ്റിയത് എന്റെ ഇവിടെ അമ്പ് തറക്കണം, കഴുത്ത് കാണിച്ചിട്ട് എന്റെ ഇവിടെ അമ്പ് ഇറക്കണം. ബിസഹ്മിൻ ഫഅമൂത ഫഅദ്ഖുലൽ ജന്ന, അങ്ങനെ അതുകൊണ്ട് ഞാൻ മരണപ്പെടണം, അങ്ങനെ ഞാൻ സ്വർഗ്ഗത്ത് കിടക്കണം പറഞ്ഞു. അദ്ദേഹം പറയാണ് അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട്. അങ്ങനെ അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖ, നീ പറഞ്ഞത് സിദ്ഖോട് കൂടിയാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ അള്ളാഹ് നിന്നോട് സത്യസന്ധത കാണിക്കും, അള്ളാഹ് നിന്നോടും സിദ്ഖ് കാണിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, നമ്മൾ പറയുന്ന വാക്കുകളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മളോട് സത്യസന്ധത കാണിക്കുന്നത്. അങ്ങനെ ആ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഒരു യുദ്ധം നടന്നു. ആ യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും കുറെ ശരീരങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ശരീരം ഇങ്ങനെ കിടക്കണ കണ്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് ചോദിച്ചു, ഹുവ, ഇതവനാണോ ചോദിച്ചു, ഇതവന്റെ ശരീരമാണോ ചോദിച്ചു. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, നഅം, അതേന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖല്ലാഹ് ഫസ്വദഖഹു, അവൻ സിദ്ഖ് കാണിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടും സിദ്ഖ് കാണിച്ചു. അവൻ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് അവൻ പറഞ്ഞ വാക്ക്, റസൂലെ ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചത് എന്റെ ഇവിടെ അമ്പ് തറച്ചിട്ട് മരിക്കാനാണ് എന്ന് പറയുമ്പോ അവന്റെ വാക്കിന്റെ സത്യസന്ധത അല്ലാഹു തആല അവർക്ക് കൊടുക്കുകയാണ്. നമ്മൾക്ക് പലപ്പോഴും പലതും നടക്കാത്തത് നമുക്ക് സിദ്ഖില്ലാത്തതുകൊണ്ടാണ്, നാവില് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. വളരെ ഗൗരവമേറിയ വിഷയമാണ്. നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത് അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത് എത്രത്തോളം സിദ്ഖോട് കൂടിയാണ് എന്നുള്ളത്. തൗഹീദിന്റെ അസ്ലിയായ കാര്യത്തിൽ ഒന്നാമതാണത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ദുനിയയിൽ തന്നെ, ഫലിവാഹിദിൻ കുൻ വാഹിദൻ ഫീ വാഹിദി അഅനി സബീലൽ ഹഖ് വൽ ഈമാൻ. ഫലിവാഹിദിൻ, നീ ഒന്നായി കൊണ്ടായിരിക്കണം. കുൻ വാഹിദൻ, ഫലിവാഹിദിൻ, നീ ഒന്നിനു വേണ്ടിയായിരിക്കണം. കുൻ വാഹിദൻ, ഒന്നായിക്കൊണ്ടായിരിക്കണം. ഫീ വാഹിദിൻ, ഒന്നിനായിക്കൊണ്ടായിരിക്കണം. അഅനി സബീലൽ ഹഖ് വൽ ഈമാൻ, അതാണ് ഹക്കിന്റെയും ഈമാനിന്റെയും പാത. ഫലിവാഹിദിൻ എന്ന് പറഞ്ഞാൽ മുഖ്ലിസൻ, ഇഖ്ലാസോട് കൂടിയായിരിക്കണം. കുൻ വാഹിദൻ, ഒന്നായിക്കൊണ്ടായിരിക്കണം, സാദിഖായിക്കൊണ്ടായിരിക്കണം.
ഫീ വാഹിദിൻ മുത്തബിഅൻ, റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുണ്ടോ, യഅനി സബീലൽ ഹഖ് വൽ ഈമാൻ, ഹഖിന്റെയും ഈമാനിന്റെയും വഴിയാണത്. ഹഖിന്റെയും ഈമാനിന്റെയും വഴിയാണത്. അല്ലാഹു തആല കൈവിടൂല. സിദ്ഖോട് കൂടി നമ്മൾ എന്ത് ചെയ്തോ, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ എതിർത്താലും അതിന്റെ ഫലം ഉണ്ടായിരിക്കും, ഉറപ്പ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, റജുലുൻ ലാ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ, റജുലുൻ ലാ തസദ്ദഖന്ന ബിസദഖത്തിൻ, ഒരു വ്യക്തി പറയാണ് ഞാൻ എന്തായാലും സദഖ ചെയ്യും, ഞാൻ എന്തായാലും സദഖ ചെയ്തിരിക്കും എന്ന് പറയാം. ഫഖറജ ബിസദഖതിഹി ഫവളഹ ഫീ യദി സാരിഖൻ. അങ്ങനെ സദഖ എന്ന് പറഞ്ഞ 3 രീതിയിൽ കൊടുക്കാം. ഒന്ന്, ഒരാളും അറിയാതെ രഹസ്യമായി സദഖ കൊടുക്കാം. അല്ലെങ്കിൽ ഒന്നാമത്തെ പരസ്യമായി സദഖ കൊടുക്കുക. ഇസ്ലാം ചില സമയത്ത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആളുകൾക്ക് ആഗ്രഹം തോന്നാൻ വേണ്ടി പരസ്യമായി സദഖ കൊടുക്കുക. 2, രഹസ്യമായി സദഖ കൊടുക്കുക. 3, ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് സദഖ കൊടുക്കുക. അതായത് അവന് തന്നെ അറിയില്ല അവൻ ആർക്കാണ് സദഖ കൊടുത്തത് എന്ന്. അവനറിയില്ല, കാരണം അയാളെ കാണുമ്പോൾ പിന്നെ ഞാൻ സദഖ കൊടുത്ത ആളെന്ന് ഒരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് തന്നെ അറിയില്ല, കിട്ടിയ ആൾക്കും അറിയില്ല, അവനും അറിയില്ല ആർക്കാ സദഖ കൊടുത്തത്. അപ്പൊ ഇയാൾ പറയുന്നത് ഞാൻ അങ്ങനെ സദഖ കൊടുക്കും, അങ്ങനെ എനിക്കറിയേണ്ട ആർക്കാ കൊടുത്തത്. അങ്ങനെ അദ്ദേഹം രാത്രി പോയിട്ട് ഒരാളുടെ സദഖ കൊടുക്കുകയാണ്, പക്ഷെ അത് കൊടുത്തത് ഒരു കള്ളനാണ് സദഖ കൊടുത്തത്. രാവിലെ ആയപ്പോൾ ആളുകൾ പറഞ്ഞു അല്ലാഹുമ്മ ലക്കൽ ഹംദു ലഅതസദ്ദഖന്ന ബിസദഖത്തിൻ. അല്ല, പിന്നെ രാവിലെ ആയപ്പോ ഫസ്ബഹു യതഹദ്ദസൂന തുസദ്ദിഖ അലാ സാരിഖിൻ. ആളുകൾ പറഞ്ഞു പിന്നെ ഇന്നലെ രാത്രി ആരോ ഒരു കള്ളന് സദഖ കൊടുത്തിരിക്കണം, ഒരു കള്ളനാരോ സദഖ കൊടുത്തിരിക്കണ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോ അല്ലാഹുമ്മ ലക്കൽ ഹംദ് ലാ അതസദ്ദഖന്ന ബിസദഖത്തിൻ, അല്ലാഹുവേ നിനക്കാണ് സ്തുതി, ഞാൻ കൊടുത്ത ഒരു കള്ളനായി പോയി, നിനക്കാണ് സ്തുതി, ഇന്നും ഞാൻ സദഖ കൊടുക്കും. അല്ലാഹ് ഇന്നും ഞാൻ അയാൾ കൊടുക്കണത് എന്തിനാ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോടുള്ള ഇതിലാണ്, ഇന്നും ഞാൻ സദഖ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫഖറജ ബിസദഖതിഹി ഫവളഹ ഫീ യദി സാനിയ. അങ്ങനെ അന്ന് രാത്രിയും പോയിട്ട് സദഖ കൊടുക്കും. അത് ആർക്കാന്ന് വെച്ചാൽ ഒരു വ്യഭിചാരിക്കാണ് സദഖ കൊടുക്കുക. ഫസ്ബഹു യതഹദ്ദസൂന തുസദ്ദിഖ അൽ-ലൈലത അലാ സാനിയത്തിൻ. ആളുകൾ രാവിലെ പറയും ഇന്നലെ രാത്രി ആരോ ഒരു വ്യഭിചാരിക്ക് സദഖ കൊടുത്തിരിക്കുന്നു പറയും. ഫഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദ്. അയാൾ പറയും അല്ലാഹുവേ നിനക്കാണ് എല്ലാ സ്തുതിയും. അലാ സാനിയത്തിൻ, ഒരു വ്യഭിചാരിക്കാണല്ലോ ഞാൻ കൊടുത്തുപോയത്. ലാ തസദ്ദഖന്ന ബിസദഖത്തിൻ, ഞാൻ ഇന്നും സദഖ കൊടുക്കും, ഫഖറജ ബിസദഖതിഹി ഫവളഹ ഫീ യദി ഗനിൻ. അങ്ങനെ അയാൾ അന്നും പോയിട്ട് ഇരുട്ടത്ത് കൊടുക്കുന്നത് ഒരു സമ്പന്നനായിരിക്കും, ധനികനായിട്ടുള്ളവർക്ക് സദഖ കൊടുക്കും. അപ്പോ ഫസ്ബഹു യതഹദ്ദസൂന, രാവിലെ ആളുകൾ പറയും തുസദ്ദിഖ അലാ ഗനിൻ, ഒരു പണക്കാരനാരോ സദഖ കൊടുത്തിരിക്കണം. അയാൾ വീണ്ടും പറയും അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്ക് സ്തുതി, അലാ സാരിഖിൻ വഅലാ സാനിയത്തിൻ വഅലാ ഗനിയിൻ, ഞാൻ കൊടുത്തത് ഒരു കള്ളന്, ഒരു വ്യഭിചാരിക്ക്, ഒരു പണക്കാരന് എന്റെ സദഖയൊക്കെ എന്തുണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില ഹദീസുകളിൽ ഒരു മലക്കാണ് അല്ലെങ്കിൽ വേറൊരാളെ അറിയിച്ചു അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞു. എന്തായാലും ബനൂ ഇസ്രായേലിൽ ഒരുപാട് നമുക്ക് കാണാം മലക്കുകൾ മനുഷ്യന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തിനോട് പറയപ്പെടും അമ്മാ സദഖതുക അലാ സാരിഖിൻ ഫലഅല്ലഹു അയസ്തഇഫ അൻ സരിഖതി. നീ ആ കള്ളന് കൊടുത്ത സദഖ എന്നുള്ളത് അവന്റെ കളവ് ചെയ്യുന്നതിൽ നിന്ന് അവനെ തടയപ്പെടുന്ന കാര്യമാക്കി മാറ്റി. ഒരു കള്ളന് സദഖ കിട്ടിയപ്പോ ആ സദഖ എന്തുണ്ടായി, അവൻ ആ കളവ് നിർത്താനുള്ള കാരണമായി മാറി. വമ്മസ്സാനിയതു ഫലഅല്ലഹ അൻ തസ്തഇഫ അൻ സിനാഹ. ആ വ്യഭിചാരിണിക്ക് കൊടുത്തത് അവൾ വ്യഭിചാരം നിർത്താനുള്ള ഒരു കാരണമായി മാറി. വമ്മൽ ഗനിയ്യു ഫലഅല്ലഹു യഅ്തബിറു ഫയുൻഫിഖു മിമ്മാ അതാഹു അല്ലാഹ്. നീ ആ പണക്കാരന് കൊടുത്തപ്പോ പണക്കാരൻ എനിക്ക് വരെ സദഖ തരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവാക്കാൻ അയാൾ തുടങ്ങി. അയാൾ ചെയ്ത 3 കാര്യങ്ങളുടെയും നമ്മളെ നോട്ടം കൊണ്ടുള്ള ഫലം എന്താണ്, നേരെ എതിരാണ്. പക്ഷേ അയാൾ കൊടുത്ത ആ കാര്യങ്ങൾ അത് സിദ്ഖോട് കൂടി ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗുണങ്ങൾ ഇരട്ടിയായിട്ടുണ്ടാക്കി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് സിദ്ഖുണ്ടോ വല്ലാഹി അല്ലാഹു തആല കൈവിടൂല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗലസ്സൂർ. നിങ്ങൾ മ്ലേച്ഛമായ അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ഖൗലസ്സൂർ പിന്നെ കളവുകൾ അങ്ങനെയുള്ള വാക്കുകൾ അത് രണ്ടും നിങ്ങൾ ഒഴിവാക്കണം. ഇതിന്റെ തഫ്സീറിൽ കാണാം അൽ ഇഖ്ലാസ് വസ്സിദ്ഖ്, രണ്ടും ഒരുമിച്ച് പറഞ്ഞതാണ്.
ഒന്ന്, വിഗ്രഹങ്ങളെ നിങ്ങൾ ഔസാൻ വിഗ്രഹങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം, അത് ഇഖ്ലാസ് ഉണ്ടാവണമെന്നാണ്. വജ്തനിബു ഖൗല സൂർ, അത് സിദ്ഖ് ഉണ്ടാവണമെന്നാണ്. ഈ രണ്ട് കാര്യങ്ങൾ അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുന്ന വാക്കുകളും അത് സത്യസന്ധമാണെങ്കിൽ അല്ലാഹു തആല അത് സത്യസന്ധപ്പെടുത്തും, അല്ലാഹു തആല അത് സത്യപ്പെടുത്തും. മുആദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹു അല്ലാഹു അലന്നാർ. ഇത് വേറൊരു ഹദീസാണ്. ഒരു വ്യക്തി, ഒരു അടിമയില്ല, അവന്റെ കൽബിൽ സത്യസന്ധമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നെങ്കിൽ ഇല്ലാ ഹറമഹു അല്ലാഹു അലന്നാർ, അവന്റെ മേലെ നരകം ഹറാമാക്കാതെ. അവന്റെ നരകം ഹറാമാണ്. സിദ്ഖോടുകൂടി കൽബിൽ ഷഹാദത്ത് പറഞ്ഞിട്ടുണ്ടോ അവന് നരകം ഹറാമാകരുത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാലൽ അബ്ദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ സദ്ദഖഹു റബ്ബഹു ഖാല സദഖ അബ്ദി ലാ ഇലാഹ ഇല്ലാ അന വന അക്ബർ. ഒരടിമ, നമ്മൾ ഓരോരുത്തരും പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറയുകയാണെങ്കിൽ അല്ലാഹു തആല 7 ആകാശത്തിന് മുകളിൽ സത്യപ്പെടുത്തിക്കൊണ്ട് പറയും, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, വ അന അക്ബർ, ഞാനാണ് വലുതെന്ന്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആ പറയുമ്പോ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല പറയും അവൻ പറഞ്ഞത് സത്യമാണ്, അവൻ പറഞ്ഞത് സത്യമാണ്. അതുപോലെ തന്നെ വൈദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ സദ്ദഖഹു റബ്ബ, അവൻ പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ, നീ ഏകനാണെന്ന് പറയാൻ അല്ലാഹു തആല സത്യപ്പെടുത്തും. സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലാ അന വഹദി, ഞാനല്ലാതെ ഒരു ഇലാഹില്ല. ഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു സദ്ദഖഹു റബ്ബു, അത് നിനക്കൊരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞ അല്ലാഹു തആല സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കും, ലാ ഇലാഹ ഇല്ലാ അന ശരീക ലി, എനിക്കൊരു പങ്കുകാരനുമില്ല, അന ലാ ശരീക ലി. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് സദഖഹു റബ്ബു, ഒരാൾ പറയാൻ അല്ലാഹ് നിനക്കാണ് എല്ലാ മുൽക്കും എല്ലാ ഹംദും എല്ലാ അധികാരവും എല്ലാ സ്തുതിയും, അല്ലാഹ് പറയും സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ഞാൻ അങ്ങനെ തന്നെ, എനിക്കാണ് എല്ലാ അധികാരവും എല്ലാ സ്തുതിയും എനിക്ക് തന്നെയാണ്. അങ്ങനെ അടിമ പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഒരടിമ പറയാണ് ഏ അല്ലാഹ് നിന്നെ കൊണ്ടല്ലാതെ, ലാ ഹൗല എന്ന് പറഞ്ഞാൽ ലാ തുഗയ്യിർ ഹാലൻ മിനൽ ഹാൽ, ഒരവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് എന്തെങ്കിലും ഒരു സാധനം മാറുക, അങ്ങനെ ഒരു കഴിവും ശക്തിയും നിന്നെ കൊണ്ടല്ലാതെ ഇല്ല അല്ലാഹ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമാണ്. അല്ലാഹ് പറയും അവൻ പറഞ്ഞത് സത്യമാണ്, എന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയും ഇല്ല. ഈ ഓരോ വാക്കുണ്ടല്ലോ, ഓരോ വാക്കും അത് എത്രത്തോളം സിദ്ഖോട് കൂടിയാണോ അതിനനുസരിച്ച് അതിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരിക്കലും വല്ലാഹി ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വലാ യജ്തമിഉ സിദ്ഖു വൽ കദിബു ജമീഅ, ഒരടിമയുടെ ഹൃദയത്തിലും സിദ്ഖും കദിബും ഒരുമിച്ചുണ്ടാവൂല. സിദ്ഖ് ഇല്ല എങ്കിൽ അവിടെ കദിബേ ഉണ്ടാവുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് ഒരാളുടെ ഹൃദയത്തിൽ വരൂല. സിദ്ഖ് അവിടെ ഇല്ലേ അവിടെ കദിബേ ഉണ്ടാവുള്ളൂ. രണ്ടും ഇല്ലാത്തൊരവസ്ഥ, കുറച്ചിങ്ങനെ ന്യൂട്രലായിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല, അതുണ്ടാവൂല. സിദ്ഖ് ഇല്ലേ അവിടെ കദിബ്, കദിബില്ലേ അവിടെ സിദ്ഖ്, രണ്ടും കൂടി ഒരുമിച്ച് വരൂല. സഹാബാക്കൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബാക്കൾ ഇത് തെളിയിച്ചു തന്നവരാണ്, നമ്മൾക്കെല്ലാം പഠിപ്പിച്ചു തന്നവരാണ് എങ്ങനെ വേണം അല്ലാഹുവിൽ ഉണ്ടാവേണ്ട സിദ്ഖ് എന്നുള്ളത്. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് അല്ല, അനസ് ഇബ്നു നളർ, അദ്ദേഹത്തിന്റെ ചരിത്രം അവൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം കാണിച്ച ആ സിദ്ഖിന്റെ ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് വരെ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന് ഒപ്പമുണ്ടായ സഹാബാക്കളും കാണിച്ച സിദ്ഖ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാന്റെ സഹോദരനാണ് അനസ് ഇബ്നു നളർ. അനസ് ഇബ്നു മാലിക്കിന്റെ ഉപ്പാന്റെ സഹോദരനാണ് അനസ് ഇബ്നു നളർ. ആ അനസ് റളിയല്ലാഹു അൻഹു പറയാണ് അമ്മി അല്ലദീ തുമ്മീതു ബിഹി, എന്റെ അതേ പേരുള്ള എന്റെ ഉപ്പാന്റെ സഹോദരൻ ലം യശ്ഹദ് മഅ റസൂലില്ലാഹി ബദ്റ, ബദർ ദിവസം, ബദർ യുദ്ധം നടന്ന ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ബദറിന് ഒരു നിർബന്ധാവസ്ഥ ഉണ്ടായിരുന്നില്ല. എല്ലാവരും യുദ്ധത്തിൽ, കാരണം യുദ്ധം എന്നുള്ള നിലയ്ക്കല്ല പോണത്, എല്ലാവരും യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നൊരു നിർബന്ധിതാവസ്ഥ ബദറിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ വിഷയത്തിൽ ഭയങ്കര വിഷമായിരുന്നു, ഭയങ്കര വിഷമം, ഒക്കെ പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായല്ലോ.
പിന്നെ വ്യഭിചാരാരോപണം ഉണ്ടായപ്പോ ബദറിൽ പങ്കെടുത്തവർക്ക് റസൂലുള്ള അവന് പുറത്തു കൊടുത്താണ്. ബദറിലുള്ളവരുടെ ശ്രേഷ്ഠത ഇങ്ങനെ കേൾക്കുമ്പോ ഭയങ്കര വിഷമം അദ്ദേഹത്തിന്, ഇത് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഭയങ്കര വിഷമായപ്പോ ഒരിക്കല് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കുന്ന രീതിയിൽ അള്ളാഹു തആലയോട് പറയാണ്, അവ്വലു മശ്ഹദിൻ ഷഹിദഹു റസൂലുള്ളാഹ് ഉയ്യിബ്തു അൻഹു. അള്ളാഹുവോട് പറഞ്ഞ പോലെ അള്ളാഹ് റസൂലുള്ള ആദ്യമായിട്ട് പങ്കെടുത്ത ആ യുദ്ധത്തില് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. വഇൻ അറാനി അല്ലാഹു മശ്ഹദൻ ഫീമാ ബഅദു മാ റസൂലില്ലാഹ് ലയറാനി അല്ലാഹു മാ അസ്നഉ. എനിക്ക് ഒരു തവണ കൂടി അന്നത്തെ പോലെ റസൂലിന്റെ കൂടെ പങ്കെടുക്കാൻ ഒരു അവസരം തന്ന അള്ളാഹ് കാണും, അള്ളാഹ്ക്ക് ഞാൻ കാണിച്ചു തരും ഞാൻ എന്താ ചെയ്യാന്ന്, അള്ളാഹ്ക്ക് ഞാൻ കാണിച്ചു തരും ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ, ബാക്കിയൊന്നും പറയാൻ ധൈര്യപ്പെട്ടില്ല, വേറെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉഹദ് യുദ്ധം ഉണ്ടാവുന്നത്. ഫശഹിദ മഅ റസൂലില്ലാഹ് യൗമ ഉഹദ്. ഇതൊക്കെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു പറഞ്ഞതാണ് ഹദീസ്. ഉഹദ് ദിവസം അനസ് ഇബ്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുണ്ട്. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ ഉണ്ടായ സംഭവം നമുക്കറിയാം. ആദ്യത്തെ ആ വിജയവും രണ്ടാമത്തെ ആ പരാജയം എന്നുള്ള നിലയ്ക്ക് സഹാബാക്കൾ ആ ഓടി ചിന്നിച്ചിതറിയ സമയത്ത് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് ഓടുന്നുണ്ട്. അപ്പൊ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് പോയി, സഅദ് ഇബ്നു മുആദിന്റെ മുന്നിൽ കടന്നു പോയി. അപ്പൊ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അബാ അംർ, കുഞ്ഞേത്താണ്, യാ അബാ അംർ അയിന, അബൂ അംർ എങ്ങടെ പോണത്? ആൾക്കാരെല്ലാരും ഇങ്ങോട്ട് ഓടുകയാണ്, അതിന്റെ ഇടയിൽ ആകപ്പാടെ പരക്കാൻ പറ്റുന്നതാണ്. അതില് അനസ് ഇബ്നു റളിയല്ലാഹു അൻഹു തിരിച്ച് അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ അടുത്തേക്ക് അങ്ങോട്ട് ഓടുക. അപ്പൊ അനസ് ഇബ്നു റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വാഹൻ ലിരീഹിൽ ജന്ന അജിദുഹു ദൂന ഉഹദ്. ഞാൻ കുറെ കാലായി സ്വർഗത്തിന്റെ ഗന്ധം തേടി നടക്കുന്നു, സ്വർഗത്തിന്റെ ഗന്ധം ഞാൻ കുറെ കാലമായി തേടുന്നു. എനിക്കിതാ ആ ഉഹദിന്റെ താഴ്വരയിൽ നിന്ന് അതെനിക്ക് ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട്. ഉഹദിന്റെ താഴ്വരയിൽ സ്വർഗത്തിന്റെ ഗന്ധം എനിക്ക് വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പോയി യുദ്ധം ചെയ്യാണ്. ഫഖാതലഹും ഹത്താ ഖുതില. അദ്ദേഹം കൊല്ലപ്പെടുന്നത് വരെ അവരുമായിട്ട് യുദ്ധം ചെയ്തു, അദ്ദേഹം കൊല്ലപ്പെടുന്നത് വരെ. അങ്ങനെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫവുജിദ ഫീ ജസദിഹി ബിൽഉം വസമാനൂന മിൻ ബൈനി വറബത്തിൻ വതഅനത്തിൻ വറമിയത്തിൻ. അമ്പുകൊണ്ടും അതുപോലെ കുന്തം കൊണ്ടും വാളുകൊണ്ടും അതുപോലെ അമ്പുകൊണ്ടും കുന്തം കൊണ്ടും അങ്ങനെയുള്ളതുകൊണ്ടൊക്കെ 80ഓളം അടയാളങ്ങളുമായിട്ടൊരു ശരീരം ഞങ്ങൾ കിട്ടി. ആർക്കാണ് മനസ്സിലാവുന്നില്ല, ആരുടേന്ന് മനസ്സിലാവണില്ല. അത്രത്തോളം വികൃതമായിട്ടുള്ള ഒരു ശരീരം കിട്ടി യുദ്ധം കഴിഞ്ഞ സമയത്ത്. ആളുകളൊക്കെ പുരുഷന്മാരൊക്കെ വന്നു നോക്കിയിട്ടും ആ ശരീരത്തിൽ ആരെന്ന് മനസ്സിലാവണില്ല. ആ സമയത്ത് സ്ത്രീകളെ വിട്ടു ആരുടെ ശരീരം എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉഖ്തുഹു അമ്മത്തി റുബയ്യ ബിൻത് നവർ, സഹോദരി അനസ് ഇബ്നു നളറിന്റെ സഹോദരിയാണ് റുബയ്യ ബിൻത് നവർ, പിന്നെ സഹോദരി വന്നിട്ട് പറഞ്ഞു, ഫമാ അറഫ്തു അഖി ഇല്ലാ ബി ബറ്റാനി. ഒരു അടയാളം കണ്ടിട്ട് ഇതിന്റെ സഹോദരനാണ് അനസ് ഇബ്നു നളറാണെന്ന് പറഞ്ഞു. വനസലഹു ഹാദിഹിൽ ആയ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറങ്ങുകയാണ്, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹുമായിട്ട് അവർ ചെയ്ത കരാറിൽ സിദ്ഖ് കാണിക്കുന്നവർ. അള്ളാഹു അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു അതുപോലുള്ള സഹാബാക്കൾ മരണപ്പെട്ട് കിടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്തെ ആയത്തിറക്കുകയാണ്. സഹാബാക്കൾ പറയുന്നു ഈ ആയത്തിറങ്ങിയത് അനസിന്റെ വിഷയത്തിലാണെന്ന്. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അവർ ചെയ്ത കരാറിൽ സിദ്ഖ് കാണിച്ച ആളുകളുണ്ട് മുഅ്മിനീങ്ങളിൽ. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട് അല്ലാഹുമായിട്ട് കരാറിൽ സിദ്ഖ് കാണിക്കുന്നവർ. ഫമിൻഹും മൻ ഖളാ നഹ്ബഹ് മിൻഹും മൻ യന്തളിർ. അതിലെ ആളുകൾ ആ സിദ്ഖ് കാണിച്ചവരുണ്ട്, സിദ്ഖ് കാണിച്ചു കഴിഞ്ഞവരുണ്ട്. അതായത് അന്ന് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറഞ്ഞു, ബദറിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാതെ ഇനിയൊരു അവസരം കിട്ടിയാൽ ഞാൻ കാണിച്ചു തരാം. അത് കാണിച്ചു കൊടുത്തവരുണ്ട്. വമിൻഹും മൻ യന്തളിർ, കാത്തിരിക്കുന്നവരുണ്ട്, അതിനുള്ള അവസരത്തിനായി കാത്തിരിക്കുന്നവരുണ്ട്. വമാ ബദ്ദലു തബ്ദീല, അതിലൊരു മാറ്റവും കാണൂല. അവരുടെ നിലപാടുകളിൽ ഒരിക്കലും ഒരു ചെറിയ മാറ്റം പോലും കാണാൻ സാധിക്കില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നമ്മൾ ചെയ്ത മഹത്തായ കരാറാണ്. ഒന്ന് അർവാഹുകൾ ലോകത്ത്, ആകാശ ലോകത്ത്. 2ാമത്തെ ദുനിയാവിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 2 കരാറുകൾ
ഈ 2 കരാറുകൾ അത് അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തി തന്നതാണ്. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ഇയ്യാക നഅ്ബുദു ഇവിടെ ചെയ്യേണ്ട കരാറാണ്, ഇയ്യാക നസ്തഈൻ ചെയ്തതാണ്, അത് തെളിയിച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹി അല്ലാഹു തആല നമ്മളിൽ നിന്ന് നോക്കുന്നത് നമ്മുടെ സിദ്ഖാണ്. നമ്മുടെ സിദ്ഖ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നാവുകൊണ്ട് പലതും പറയാം. നാവുകൊണ്ട് അള്ളാഹിനെ പറ്റി നമ്മൾ പലതും പറയും. അള്ളാഹ് റസ്സാഖാണ്, അള്ളാഹ് ഷാഫിയാണ്, അള്ളാഹ് ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്, അങ്ങനെ ഓരോന്നും നമ്മൾ പറയും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോ ഒരു ബോധം ഉണ്ടാവില്ല. നമ്മൾ അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറയും, അള്ളാഹ് റസ്സാഖാണ്, പിറ്റേന്ന് അവന്റെ കച്ചവട സ്ഥാപനം തീ കത്തിപ്പോയാ നിലവിളിട്ട് ഇതാവും, ആകെ പിടുത്തമിട്ട കരച്ചിലും ഇതാവും. അതുപോലെ ഓരോന്നും അള്ളാഹ് ഖാലിഖാണ്, അവന് കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായില്ലെങ്കിൽ അവന് ഫുള്ള് വേറെ എന്തെങ്കിലും. അള്ളാഹ് ഷാഫിയാണ്, അത് പോയിട്ട് വേറെ. ഇത് ശിർക്കൊക്കെ എത്തിങ്ങനെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിർക്കിന്റെ ചെറുത് മുതൽ വലുത് വരെ ഉണ്ടെങ്കിൽ തൗഹീദിന്റെ ചെറുത് മുതൽ വലുത് വരെ ഉണ്ട്. ശിർക്ക് ചെറുത് മുതൽ വലുത് വരെ ഉണ്ടെങ്കിൽ തൗഹീദും ചെറുത് മുതൽ വലുത്. നമ്മൾ ചെറുതിലെത്തിയിട്ടുള്ളൂ, അതാണ് പ്രശ്നം. അള്ളാഹു തആല അസ്മാഉൽ ഹുസ്ന കൊണ്ട് അള്ളാഹിനെ അറിയുമ്പോൾ ഏറ്റവും പരിശുദ്ധമായ ആ തൗഹീദിന്റെ മാതിരി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഏറ്റവും പരിശുദ്ധമായ, അതാണ് നമ്മൾക്ക് ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു തആല സഹായം ഉണ്ടാവും. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ അഹ്സാബ് യുദ്ധം അള്ളാഹു തആല എത്രത്തോളം മഹത്തരമായിട്ട് ആ സഹാബാക്കളെ സഹായിച്ച രീതി പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? സഹാബാക്കളെ ആ യുദ്ധം ചെയ്യാൻ വന്ന ശത്രുക്കളെ കണ്ടിട്ട് അതൊക്കെ അള്ളാഹു റസൂലും പറഞ്ഞതാണ്, ഇതൊന്നും കണ്ട് ഞങ്ങൾ പേടിക്കൂല പറഞ്ഞ് ഉറച്ചു നിന്ന ആ സ്വഹാബാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി കുലുക്കി കാറ്റടിപ്പിച്ച് ശത്രുക്കളെ പറഞ്ഞയക്കുമ്പോ അള്ളാഹു തആല പറയുന്നത് ലിയജ്സിയല്ലാഹു സ്വാദിഖീന ബിസിദ്ഖിഹിം വയുഅദ്ദിബൽ മുനാഫിഖീന ഇൻ ശാ ഔ യതൂബ അലൈഹിം. എന്തിനെച്ചാൽ സിദ്ഖുള്ളവർക്ക് അവരുടെ സിദ്ഖ് കാരണം പ്രതിഫലം കൊടുക്കാനും മുനാഫിക്കുകളെ ശിക്ഷിക്കാനും അല്ല, ഞാൻ മുനാഫിക്കുകൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ അവർക്ക് പുറത്തു കെടുക്കാനും. ഇന്നല്ലാഹ കാന ഗഫൂറൻ റഹീമ, അല്ലാഹു ഗഫൂറും റഹീമുമാണ്. എത്ര മഹത്തരമായ അവിടെ മുനാഫിക്കുകളെ ശിക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ഇൻഷാ ഔ യതൂബ അലൈഹിം, ഞാൻ അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കാൻ അല്ലാഹു തആല പുറത്തു കൊടുത്തേക്കാം, അവർ മടങ്ങി വന്നേക്കാം. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ ഒരുക്കിയത്. അഹ്സാബിന്റെ കൂട്ടം വരുന്നത് എല്ലാ യുദ്ധങ്ങളുടെ ചരിത്രം നോക്കിയാലും ഇഖ്വാനികൾ വിശ്വസിക്കുന്നത് പോലെ ഇസ്ലാമിനെ രക്ഷിക്കാനാണ് യുദ്ധം നടന്ന് നമ്മൾ വിശ്വസിക്കരുത്, ഒരിക്കലുമല്ല. സഹാബാക്കൾക്ക് എത്രത്തോളം അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടായെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ. അതിനു വേണ്ടിയിട്ട് അള്ളാഹു തആല യുദ്ധങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കി. ഈ അബൂജഹലും കൂട്ടരും ഒക്കെ വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലുള്ള അവരുടെ അർവാഹുകളെ പിടിച്ചു നിർത്താൻ അള്ളാഹ്ക്ക് കഴിയില്ലേ? ഈ നിരീശ്വരവാദികൾ ചോദ്യങ്ങൾ ചോദിക്കും, ഇത്ര വലിയ കഴിവുള്ള അള്ളാഹയാണെങ്കിൽ എന്തിനാ മുസ്ലിങ്ങളെ യുദ്ധം ചെയ്ത് ഇതെന്താ യുദ്ധം ചെയ്യിപ്പിച്ച്? അതിന് അവര് വിചാരിക്കുന്നത് ഇസ്ലാം നിലനിൽക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു അല്ല. സഹാബാക്കൾ എന്തിനു ചെയ്ത, സഹാബാക്കൾക്ക് എത്രത്തോളം ഈമാൻ ഉണ്ടായിരുന്നു അറിയാൻ വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് അറിയോ, ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പുണ്ടായ സംഭവമാണ് ഖിബില മാറ്റം എന്നുള്ളത്. നിസ്കരിക്കുന്നതാണ് ഖിബില മാറ്റം. അള്ളാഹ് എന്തിനാണ് പറഞ്ഞറിയോ? ആരൊക്കെ അള്ളാഹുവിന്റെ റസൂൽ അനുസരിക്കുന്നതെന്ന് അറിയാനാ. അവിടെ എത്രയും നല്ല ആളുകളെ ഉണ്ടാക്കി യുദ്ധത്തിന് പറഞ്ഞയക്കാനാ. അവിടെ ഓരോ യുദ്ധത്തിലും അള്ളാഹു തആല ഏറ്റവും നന്നായി സിദ്ഖ് കാണിച്ചവർക്ക് അള്ളാഹു തആല കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് ഷഹാദത്ത് എന്ന് പറഞ്ഞ ആളുകൾ. സ്വഹാബാക്കൾ മരണപ്പെട്ടു പറഞ്ഞ അവർക്ക് അള്ളാഹ് നിങ്ങൾ നല്ല ആളുകളാ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്, അല്ലാതെ ഒരു മരണപ്പെട്ടു എന്നല്ല. അതാ പറഞ്ഞത് അവരെ പറ്റി മരിച്ചു പറഞ്ഞിരിക്കരുത്. ഒരള്ളാന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്ത് ആരെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുക ദുനിയാവില് ആകെ ഷഹീദായ അവർക്കുള്ള ഗുണമാണത്, അവരുടെ ഗുണത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അള്ളാഹ്ന്റെ ദീന് സംരക്ഷിക്കുക അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു യുദ്ധം നടന്നതും സൈന്യത്തിന്റെ ശക്തി കൊണ്ടുമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ സഹായം കൊണ്ടാണ്. അത് വളരെ പ്രധാനമാണ്. അപ്പൊ നാം പറഞ്ഞു വന്ന വിഷയം തൗഹീദിന്റെ അർക്കാനുകളിൽ 2 പ്രധാനപ്പെട്ട ഒന്നാണ് സിദ്ഖ്. സിദ്ഖും ഇഖ്ലാസ് രണ്ടും പ്രാധാന്യമുള്ളതാ. സിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദ. ഇതിന്റെ അപകടം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവൂല അതെന്താ അവസ്ഥ എന്നുള്ളത്. ഇഖ്ലാസ് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാവും, ഒരു പരിധി വരെ. വലിയതായ ശിർക്കിലേക്ക് പോയാൽ നമുക്ക് പിടിച്ചെടുത്താൻ പറ്റും. സിദ്ഖ് വലുതുക്ക് പോയ ചെറുതുക്ക് പോയ നമുക്ക് തന്നെ ചിലപ്പോൾ ബോധ്യപ്പെടൂല നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ കാര്യങ്ങൾ. ഇത് നമസ്കാരത്തിലേക്ക് മാത്രമല്ല, നമ്മൾ ഒരിക്കലും ഇബാദത്ത് എന്നുള്ളതിന് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നുള്ളത് മാത്രം താരീഫ് കൊടുക്കരുത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ നിമിഷവും ഇബാദത്താക്കാൻ പറ്റിയ ഒരു മുഅ്മിന്.
ജീവിതത്തിന്റെ എല്ലാ നിമിഷവും ഭക്ഷണം കഴിക്കുന്നതും കിടന്നുറങ്ങുന്നതും എല്ലാം ഇബാദത്താക്കാൻ പറ്റും ഒരു മുഅ്മിന്, അവന്റെ നിയ്യത്ത് കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഫഹ്മ് കൊണ്ട്, ആ സിദ്ഖും ഇഖ്ലാസും കൊണ്ട്. ഈ കാര്യത്തിൽ സിദ്ഖ് നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ എന്താ പറയാ പരീക്ഷണങ്ങളല്ല, അതിനപ്പുറത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന ചില കാര്യങ്ങൾ ചില സമയത്തെങ്കിലേക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള എന്നിലൊരു ശക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സിദ്ഖിലുള്ള കുറവാണ്. അല്ലാഹി എത്ര ഗുണമുണ്ടോ അത്രയധികം അല്ലാഹു തആല നമ്മൾ പരീക്ഷിക്കും, അത്രയധികം പരീക്ഷിക്കും. നമുക്ക് സിദ്ഖുണ്ടോ എന്നറിയാം. അല്ലാഹു തആല അതിൽ നൽകുന്ന പ്രതിഫലം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. നമ്മൾ സിദ്ഖ് കാണിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ ഒറ്റ സംഭവം, ഒരുത്തൻ ചെയ്യുന്ന പ്രവർത്തനം പറഞ്ഞ വാക്ക് സിദ്ഖോട് കൂടിയാണെങ്കിൽ അല്ലാഹു തആല അവനോടും സിദ്ഖ് കാണിക്കും. അല്ലാഹു തആല റസ്സാഖാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അല്ലാഹു തആല വഹാബാണ്, അല്ലാഹു തആല ഖാലിഖാണ്, മാലിക്കാണ്, ഷാഫിയാണ് നമുക്ക് പറയുന്നുണ്ടെങ്കിൽ നാവ് കൊണ്ട് പറയാം. പക്ഷേ ഹൃദയം കൊണ്ട് അതിൽ സിദ്ഖ് ഉണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കുക വിഷയത്തിൽ. അല്ലാഹു തആല നമ്മളോട് സിദ്ഖ് കാണിക്കുകയും ചെയ്യും. എങ്ങനെ? ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ റസ്സാഖാന്ന് പറഞ്ഞു, നമ്മളെ എല്ലാ മാർഗങ്ങളും തടഞ്ഞു. നമ്മളാ പറഞ്ഞത് സിദ്ഖോട് കൂടിയാണെങ്കിൽ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു തആല നമുക്ക് റിസ്ക് എത്തിച്ചേരും, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ. അതാണ് സിദ്ഖിന്റെ ഫലം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന അമാലുകളിൽ ഒന്നാമത്തെ സിദ്ഖാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ്. നമ്മൾ പറയുന്നതിലും എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇഖ്ലാസാണ്. അത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എങ്ങനെ ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇഖ്ലാസ് ഞാൻ ഇപ്പൊ തുടങ്ങിയാല് അത് കുറച്ച് സമയം എടുക്കും. ഓരോന്നും വിശദീകരിച്ച് 7 കാര്യങ്ങളും പറയേണ്ടി വരും. അപ്പൊ അത് ഒരുപാട് വൈകുന്നു ഞാൻ വിചാരിക്കുന്നു. പിന്നെ പല നാട്ടിലുള്ളവരല്ലേ. അപ്പോ അത് വിശദീകരിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. അപ്പൊ അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞതിന്റെ ഒരു ഖുലാസ, ഒരു പൂർണ്ണത നമ്മൾ പറയുകയാണ്. നമ്മൾ ഷിർക്കിനെ പറ്റി പഠിക്കുമ്പോൾ ഷിർക്കിന്റെ ഘട്ടങ്ങളും, ഷിർക്കുൽ ഖഫീ, ഷിർക്കുൽ അസ്ഗർ, ഷിർക്കുൽ അക്ബർ, അങ്ങനെ ഘട്ടം ഘട്ടങ്ങളായി പഠിക്കുന്നത് പോലെ തന്നെ തൗഹീദിനെ സംബന്ധിച്ചും തൗഹീദിന്റെ ഘട്ടങ്ങളും പഠിച്ചിരിക്കണം. അപ്പൊ ഷിർക്ക് ഏറ്റവും ചെറുതെന്ന് ഒഴിവായിട്ട് തൗഹീദ് ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തണം. കാരണം ഈ ഷിർക്ക്, തൗഹീദ് എന്നുള്ള വാക്കുകൾ ആളുകളുടെ അവസ്ഥക്കനുസരിച്ചാണ് ആളുകൾക്ക് ഉണ്ടാവുക. ഉദാഹരണത്തിന് ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് പറഞ്ഞ സാധനം ഓനില്ല, ഓനത് അറിയേണ്ട ആവശ്യമില്ല. സാധാരണക്കാരനായ ഒരു മുസ്ലിം ഓനെ സംബന്ധിച്ചോളം ഷിർക്ക് എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിന് മുമ്പിൽ മാത്രം പോകലാണ്, ഒരു വിഗ്രഹത്തിന് മുമ്പിൽ ഇബാദത്ത് ചെയ്യണം. കുറച്ച് തൗഹീദൊക്കെ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മരിച്ച ആളുടെ ഖബർ പോയി പ്രാർത്ഥിക്കണം, എന്തായി? അവനത് ഷിർക്കായി. ഒന്നുകൂടിയും ഈ അള്ളാഹിനെ പറ്റി പഠിക്കുന്നവന് മറ്റു പല അസ്ബാബുകളുടെ മേലെ തവക്കുൽ ചെയ്യലെന്താവും? ഷിർക്കായി മാറും. അങ്ങനെ ഘട്ടമായിട്ട് ഷിർക്കിന്റെ എല്ലാത്തിൽ നിന്നും മോചിതമായിട്ട്. ഖഫീ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്രത്തോളാണ്? കറുത്ത പാറക്കല്ലിന്റെ മുകളിലൂടെ കറുത്ത ഉറുമ്പ് കയറി അരിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് ഷിർക്ക് കയറി വരും. അതാണ് ഷിർക്കുൽ ഖഫീ എന്ന് പറഞ്ഞാൽ. നമ്മൾ അറിയില്ല. അപ്പൊ അതിന് നമ്മൾ പഠിക്കുകയല്ലാതെ, പഠിച്ചുകൊണ്ടല്ലാതെ നമുക്കത് മനസ്സിലാവൂല എന്താണ് അവസ്ഥ എന്നുള്ളത്. അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു തൗഹീദ് ഉണ്ട്, ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ തൗഹീദ് പറഞ്ഞാലും, തൗഹീദ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. സാധാരണ ഒരാളെ സംബന്ധിച്ച് ഒന്നുകൂടി തൗഹീദിനെ പറ്റി പഠിക്കുന്നത് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. അതാണ് തൗഹീദിനെ പറ്റി. വീണ്ടും തൗഹീദിനെ പറയുമ്പോൾ അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കുന്ന അവസ്ഥ. അങ്ങനെ ഓരോന്നെത്തിയിട്ട് തൗഹീദിന്റെയും പൂർണ്ണമായ അവസ്ഥയുണ്ട്. ഈ രണ്ടിന്റെയും ന്യൂനതകളിൽ നിന്ന് ഒഴിവാവുകയും പൂർണ്ണതയിലെത്തുമ്പോഴും അതാണ് സഹോദരങ്ങളെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഈ കുറഞ്ഞ കാലം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതാണ് അല്ലാഹു തആല പറഞ്ഞ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു തആല നിങ്ങൾക്ക് മരണവും ജീവിതവും അതിനിടയിലുള്ള ഈ കുറച്ചു കാലം ഒരുക്കിയത് അല്ലാഹു തആലക്ക് അറിയേണ്ട കാര്യം ആരാണ് ഇഹ്സാനോടുകൂടി അമല് ചെയ്യുന്നത്. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ പറ്റുക, അതല്ലെങ്കിൽ അല്ലാഹു തആല എന്നെ കാണുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് ഇബാദത്ത് ചെയ്യുക. ഇഹ്സാന്റെ 2 ദറജകളിൽ ഒന്നാമത്തെ രണ്ടാമത്തേനത്. ഇതിലേക്ക് എത്തുക എന്നുള്ളത് ഇനിയുള്ള കാലഘട്ടത്തില് നമ്മളുടെ ദീൻ സംരക്ഷിക്കാനുള്ള വഴിയുള്ളൂ. കാരണം സമയമെന്നുള്ള ആ കുറഞ്ഞ ആ അവസ്ഥ
നമ്മൾ ആലോചിച്ച് നോക്കും, പല പ്രായത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്, പല പ്രായത്തില്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ച ഒരു സമയമുണ്ട്. ആ സമയത്തിനകത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ തന്ന ഒരുപാട് കാര്യങ്ങളാണിത്. പലരും ഒന്നും അറിയുന്നില്ല, പലരും അറിഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല, പലരും കേൾക്കുന്നില്ല. നമ്മൾക്കിത് കേൾക്കാനും ഇത് മനസ്സിലാക്കാനും ഇതിലേക്ക് എത്തിച്ചേരാനും സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു തൗഫീഖ് നമുക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് ദീനിന്റെയും ഈ വിഷയങ്ങളും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, പഠിക്കുക എന്നുള്ള അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വയം ഒരു പരിശോധന നമ്മൾ വെക്കേണ്ടതുണ്ട്. പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി പഠിക്കും. അങ്ങനത്തെ ആളുകൾ ഒരുപാട് അപകടത്തിൽ പെടുന്ന കണ്ടിട്ടുണ്ട്. ചില ആളുകൾ ഉണ്ടായിരുന്നു, അവര് കുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മഅനയൊക്കെ പഠിച്ചാൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ഒരു സാധാരണക്കാരനായ ഒരാള് എന്തോ വിഷയത്തിൽ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് അറിയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണെന്ന് അറിയോ? അപ്പൊ ആൾക്കറിയാം, അത് കേട്ടിട്ടില്ല. ഇങ്ങനെ അർത്ഥം കൂടി അറിയില്ല, പിന്നെ എന്താ ആൾക്കാരാ ഇവര്? പിന്നെ ഒന്നും തിരിയാത്ത അവസ്ഥയിലെത്തിക്കുന്നത്. ഇവര് അർത്ഥം പറഞ്ഞെടുക്കാന്നല്ലാതെ എന്താണ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അതെങ്ങനെ എന്റെ ജീവിതത്തിൽ വേണം, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നുകൾ നഫിയും ഇസ്ബാത്തും, അതെങ്ങനെ എന്റെ ജീവിതത്തിൽ വേണം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ അതെങ്ങനെ എന്റെ ജീവിതത്തിൽ വേണം, ഇതൊന്നിനെ കുറിച്ചിട്ടും അവനവന് ചിന്തിച്ചില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഫായിദ ഉണ്ടാവൂല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഏതൊരു കാര്യം കേൾക്കുമ്പോഴും എന്റെ ജീവിതത്തിൽ അത് എത്രത്തോളം ഉണ്ട്, എനിക്കത് എത്രത്തോളം ഉണ്ട്. ഇപ്പൊ കേട്ട നമ്മൾ പഠിച്ച സിദ്ഖാണെങ്കിലും ഇനി ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്ന ഇഖ്ലാസ് ആണെങ്കിലും അത് എത്രത്തോളം എനിക്കുണ്ട് എന്നുള്ളത് പരിശോധിക്കലാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. എന്നാലേ ഈ അറിവൊക്കെ ഉപകാരപ്പെടുള്ളൂ, അല്ലാതെ ഈ അറിവൊന്നും ഉപകാരപ്പെടൂല. അപ്പോ നമ്മള് പറഞ്ഞ ഈ രണ്ട് അർക്കാനുകളിലെ ഈ രണ്ട് വിഷയങ്ങൾ, ഒന്ന് സിദ്ഖ്, ഒന്ന് ഇഖ്ലാസ്. സിദ്ഖ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ധാരാളമായി ചിന്തിക്കുക, ചിന്തകളാണ് മനുഷ്യന് ആവശ്യമുള്ളത്. ഇൻഷാ അല്ലാഹ് ഇഖ്ലാസ് ആണുള്ളത്. അത് തുടങ്ങാൻ ഇപ്പൊ തുടങ്ങി അവസാനിക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും ഇഖ്ലാസിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഒരേ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു, ഇവിടെയാണോന്ന് അറിയില്ല. ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഷെയ്ത്താനും തമ്മിലുണ്ടായ ഒരു സംഭാഷണം. ആകാശലോകത്ത് മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോ, ഷെയ്ത്താനെ ശപിച്ച് പറഞ്ഞയക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പിശാച് പറയുന്ന, ഇബ്ലീസ് പറയുന്ന വാക്കുണ്ട്, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. റബ്ബേ, ഞാൻ പഴച്ചു, ഞാൻ അങ്ങനെയായി. ഇനി നോക്കിക്കോ, ദുനിയാവിലുള്ളത് ഞാൻ ഈ അടിമകൾക്ക്, ആദമിന്റെ സന്തതികൾക്ക് അലങ്കാരമുള്ളതാക്കും. അതുപോലെ തന്നെ അവരെ എല്ലാവരെയും ഞാൻ പഴപ്പിക്കും. എന്നിട്ട് ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞ വാക്കെന്തറിയോ? ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ആ അടിമകളിൽ ഇഖ്ലാസ് ഉള്ളവരെ ഒഴികെ ബാക്കി എല്ലാവരെയും ഞാൻ പഴപ്പിക്കും. ഇഖ്ലാസ് ഉള്ളവരൊഴികെ ബാക്കി എല്ലാവരെയും ഞാൻ പഴപ്പിക്കും. ഇഖ്ലാസ് എന്നുള്ളത് പിശാചിൽ നിന്നും എല്ലാവിധ വഴികേടിൽ നിന്നും നമുക്ക് സംരക്ഷണമേകുന്ന, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വെച്ച് അള്ളാഹ് പറയുന്നത് മുഖ്ലിസായ അടിമയായിരുന്നു യൂസുഫ്, അതുകൊണ്ടാണ് യൂസുഫിനെ നാം സംരക്ഷിച്ചത്. യൂസുഫ് ഇഖ്ലാസുള്ള അടിമയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് സംരക്ഷിച്ചത്. അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഹൃദയത്തിൽ ആഗ്രഹം പൊട്ടിമുളക്കാനുള്ള അവസ്ഥയിലായിരുന്നു. ചില ചെർഹകളിൽ തഫ്സീറുകൾ കാണാം, ആഗ്രഹം ഉണ്ട്. കാരണം അള്ളാഹു ഉപയോഗിച്ച വാക്കുകളുണ്ട്, പല ഹമ്മ ബിഹ തിരിച്ചു അതേ വാക്ക് ഉപയോഗിച്ചത്, ആഗ്രഹം തോന്നി എന്നുള്ള വാക്കാണ്. കാരണം അള്ളാഹു തആലയുടെ ആ നുബുവത്തിന്റെ വെളിച്ചമുള്ളതുകൊണ്ട് മാത്രം, അല്ല എങ്കിൽ തിരിച്ചും ആഗ്രഹം തോന്നിപ്പോകുന്ന ആ അപകടത്തിൽ പെട്ടുപോകുന്നതിൽ സംരക്ഷിക്കാൻ കാരണം ഇഖ്ലാസ് ആയിരുന്നു. നമ്മളെ എല്ലാ പാപങ്ങളും, നമ്മൾക്കൊക്കെ പാപം പറ്റുന്നുണ്ട്, ആ പാപങ്ങളിൽ നിന്നും എല്ലാത്തിനും നമ്മളെ സംരക്ഷിക്കാനുള്ള പ്രധാന കാരണം അത് ഇഖ്ലാസാണ്. ഇഖ്ലാസ്. أقول قولي هذا أستغفر الله لي ولكم واستغفره إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.